ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കരുത്. അതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും അമേരിക്കയും ഇസ്രായേലും തയ്യാറാണ്. ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് പകരം ഇറാന് നേരെ അതിശക്തമായ സാമ്പത്തികമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൈനയിലേക്ക് ഇറാൻ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന എണ്ണ ടാങ്കറുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുമൂലം ഇനി ഈ എണ്ണ ടാങ്കറുകൾക്ക് അമേരിക്കയുമായി സൗഹൃദമുള്ള മറ്റ് രാജ്യങ്ങളുടെ പോർട്ടുകളിൽ ഈ എണ്ണ ടാങ്കറുകൾ അടുപ്പിക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 ദിവസം മുമ്പ് നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെ നെതന്യാഹുവും ട്രംപും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ട്രംപിനോട് ചോദിക്കുകയാണ്, ഇറാൻ ഇപ്പോൾ ദുർബലമായിരിക്കുകയല്ലേ, ഈ അവസരത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും കൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൂടെയെന്ന്. അതിന് ട്രംപ് മറുപടി നൽകിയത്, ഇറാൻ ഇപ്പോഴും അതിശക്തമായ ഒരു സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ്, എങ്കിലും ഇറാനെ തങ്ങൾ ആണവായുധം നിർമ്മിക്കുവാൻ അനുവദിക്കില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയി പ്രതികരിച്ചത്, ഇസ്രായേലോ അമേരിക്കയോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ അതിരൂക്ഷമായ തിരിച്ചടി ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ മേജർ ജനറൽ ഹുസൈൻ സലാമി പ്രതികരിച്ചത്, ഇറാന്റെ സൈനിക ശക്തി എന്താണെന്ന് ഇസ്രായേലിനും അമേരിക്കക്കും നന്നായിട്ട് അറിയാം. തങ്ങൾക്ക് നേരെ ഇസ്രായേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ അതിരൂക്ഷമായ തിരിച്ചടിയുണ്ടാകും. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലും അമേരിക്കയും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ മേജർ ജനറൽ ഹുസൈൻ സലാമി പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയുമായി, പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തിയതുകൊണ്ട് യാതൊരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. അതാണ് തങ്ങളുടെ മുൻ അനുഭവം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയി തന്റെ നയം വ്യക്തമാക്കിയത്. ഇറാനെ ആക്രമിക്കുന്നതിന് മുന്നോടിയായി യമനിലെ ഹൂതികളുടെ സൈനിക ശക്തി നശിപ്പിക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യമാണ്. അതിന്റെ കാരണം എന്താണ് എന്നത് ലോകത്തിന് മുഴുവൻ ബോധ്യമായ കാര്യമാണ്. സൗദി ചാനലായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യമനിലെ ഹൂതികൾക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സൈനിക നടപടി ഉടനെ ഉണ്ടാകുമെന്നാണ് അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വെറും അമേരിക്കയുടെ ഒരു ഭീഷണി മാത്രമാണോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. ഇനി അമേരിക്ക യമനിലെ ഹൂതികൾക്കെതിരെ പുതുതായി ഒരു സൈനിക നീക്കം നടത്തുകയാണ് എങ്കിൽ ഇറാൻ ഒരിക്കലും നോക്കി നിൽക്കുവാൻ സാധ്യതയില്ല. കാരണം യമനിലെ ഹൂതികളെ ആക്രമിക്കുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാനെയാണ്. അത് ആരേക്കാൾ കൂടുതൽ ഇറാന് തന്നെ നന്നായിട്ടറിയാം. ബഹ്റൈനെ പോലുള്ള ചില അറബ് രാഷ്ട്രങ്ങൾ യമനിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി അമേരിക്കയെ സഹായിക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ബഹ്റൈനെ പോലുള്ള രാഷ്ട്രങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഇറാൻ അതിശക്തമായ തിരിച്ചടി ബഹ്റൈനിൽ നടത്തുമെന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുമായി നേരിട്ട് ഒരു യുദ്ധമുണ്ടാവുക എന്നത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇറാനെതിരെ അമേരിക്കയെ സഹായിക്കുകയാണ് എങ്കിൽ ഇറാൻ അതിമാരകമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ അറബ് രാഷ്ട്രങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.